ഹലോ, എൻ്റെ പേര് അഭിനവ്. നമ്മൾ 9ാം ക്ലാസ്സിലെ 9th സ്റ്റാൻഡേർഡിലെ 3ാമത്തെ ചാപ്റ്ററിലുള്ള ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിക്കൊണ്ടുവന്നത്. ആദ്യത്തെ പാർട്ടിൽ ഒരു 15 മിനിറ്റിൻ്റെ കുഞ്ഞു വീഡിയോനും കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ അതിൽ നോക്കിയിട്ടുള്ളൂ. അതിൻ്റെ ബാക്കിയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ താഴെ മൊത്തം പ്ലേലിസ്റ്റിൻ്റെയും ലിങ്ക് കൊടുത്തേക്കാം. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററിൻ്റെയും ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ അത് വേറെ, അതുപോലെ ലെറ്റ്സ് അസസിൻ്റെ വേറെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ശരി, അത് പോട്ടെ, നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഇതൊക്കെ നമ്മൾ ചെയ്ത് ലാസ്റ്റ് ഈ ഒരു ടേബിൾ വരെയാണ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള ഭാഗം കൂടെ നോക്കിയേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് വൺ പൊസസ് ഗ്രേറ്റർ ഇനേഷ്യ an empty barrel or a filled barrel, give a reason. അപ്പോൾ ബാരൽ നിറഞ്ഞ തൽക്കാലം ഒരു ഡബ്ബയായിട്ട് അങ്ങനെ കൺസിഡർ ചെയ്യുക. ചോദിച്ചിത്രയേ ഉള്ളൂ, ഒരു കാലിയായ ഡബ്ബയ്ക്കാണോ അല്ലെങ്കിൽ കുറേ സാധനം ഇട്ട് നിറച്ച് വെച്ചിട്ടുള്ള ഡബ്ബയ്ക്കാണോ? വീപ്പ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. വീപ്പ ആ രീതിയിലുള്ള ഒന്നുമില്ലെങ്കിൽ നമ്മുടെ എന്തെടുക്കാം, ബോട്ടിലില്ലടാ, വാട്ടർ ബോട്ടിൽ സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിച്ച് വെച്ചേക്കാം. അല്ലെങ്കിൽ പൗഡറിൻ്റെ ഒരു ബോട്ടിൽ. ഇത് 2 എണ്ണം ഉണ്ട് എന്ന് വെക്ക്, ഒരേപോലെയുള്ള 2 എണ്ണം ഉണ്ട്. ഒന്നാമത്തത് കാലിയാണ്, അതിൻ്റെ അകത്ത് ഒന്നുമില്ല, ഫുൾ കാലിയായി കിടക്കുന്നത്. രണ്ടാമത്തതിൻ്റെ അകത്താണെങ്കിൽ രണ്ടാമത്തെ ഈ ഡബ്ബയ്ക്കകത്ത് കുറേ സാധനം വെച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിന് മാസ് കൂടുതലാണ്. മാസ് കൂടുതലാണ്. ഈ കാലിയായ ഡബ്ബയ്ക്കാണെങ്കിൽ മാസ് കുറവാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതിനായിരിക്കും ഗ്രേറ്റർ ഇനേഷ്യ കൂടുതൽ ഏതിനായിരിക്കും? മാസ് കൂടുതൽ ഈ സാധനം നിറച്ച് വെച്ച ഡബ്ബയ്ക്കായതുകൊണ്ട് മാസ് കൂടുമ്പോൾ ഇനേഷ്യ കൂടും എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ മാസ് കൂടിയ ഈ ഡബ്ബയ്ക്ക് തന്നെയായിരിക്കും ഇനേഷ്യ കൂടുതൽ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവിടെ തീർന്നില്ലേ. രണ്ടാമത്തെ ചോദ്യം, വൈ ഷുഡ് പീപ്പിൾ റൺ ഇൻ എ സിഗ്സാഗ് മാനർ ടു എസ്കേപ്പ് ഫ്രം ആൻ എലിഫൻ്റ് അറ്റാക്ക്? എലിഫൻ്റ് അറ്റാക്ക് വരുമ്പോൾ ആളുകൾ എന്തുകൊണ്ടാണ് സിഗ്സാഗ് പാത്തിലൂടെ ഓടുന്നത്? സിഗ്സാഗ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ആന കുത്താൻ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ആന കുത്താൻ വരുമ്പോൾ ആനേൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഓടുന്നത്. ഈ രീതിയിലുള്ള ഈ ഒരു ഷേപ്പിനെയാണ് സിഗ്സാഗ് പാത്ത്, അല്ലെങ്കിൽ ഈ രീതിയിൽ ഓടുന്നതിനാണ് സിഗ്സാഗ് പാത്ത് എന്നൊക്കെ വിളിക്കാം. അങ്ങനെ സിഗ്സാഗ് മാനറിൽ ആളുകൾ ആന കുത്താൻ വരുമ്പോൾ ഓടുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. സെയിം ക്വസ്റ്റ്യൻ വേറെ രീതിയിലും ചോദിക്കാം. എങ്ങനെയാണ്? മാന് സിംഹം അല്ലെങ്കിൽ കടുവയൊക്കെ ആക്രമിക്കാൻ വരുമ്പോൾ, അതിനെ പിടിക്കാൻ വരുമ്പോൾ മാനും ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷൻ മാറ്റി ഓടുക. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കും. ഇവിടെ സിംഹമായാലും കടുവയായാലും പുലിയായാലും ഒക്കെ, അല്ലെങ്കിൽ ആനയായാലും, ഇതിനൊക്കെ മാസ് കൂടുതലാണ്. മനുഷ്യനും മാനും ഒക്കെ ആണെങ്കിലോ, മനുഷ്യൻ നമ്മളെപ്പോലെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ആനയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാസ് കുറവാണ്. ഇവിടെ ആനയ്ക്കും സിംഹത്തിനൊക്കെ മാസ് കൂടുതലായതുകൊണ്ട് അതിൻ്റെ ഇനേഷ്യയും കൂടുതലായിരിക്കും. മാസ് കൂടുതലായതുകൊണ്ട് ആ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയത്. മാസ് കൂടുതലായതുകൊണ്ട് ഇനേഷ്യ കൂടുതലായിരിക്കും ആനയ്ക്കും, ടൈഗർ, ലയണ്, അതിനൊക്കെ. ഇപ്പോൾ മനുഷ്യന്, ഹ്യൂമൻ ബീയിങ്സിനായാലും അല്ലെങ്കിൽ ഡീറിനായാലും ഒക്കെ മാസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അങ്ങനെ മാസ് കുറവായതുകൊണ്ട് ഇനേഷ്യ കുറവായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഈ ഡയറക്ഷൻ മാറ്റാൻ വേണ്ടി പറ്റും. പക്ഷേ മാസ് കൂടിയ ഈ സാധനത്തിനൊന്നും, അല്ലെങ്കിൽ ഈ ജീവികൾക്കൊന്നും പെട്ടെന്ന് ഡയറക്ഷൻ മാറ്റാൻ വേണ്ടി പറ്റില്ല. കാരണം മാസ് കൂടുമ്പോൾ ഇനേഷ്യ കൂടും. ഇനേഷ്യ കൂടിയാൽ പെട്ടെന്ന് ഡയറക്ഷൻ മാറ്റാൻ വേണ്ടി പറ്റില്ല. അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം, അപ്പോൾ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു. മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ മൂന്നാമത്തെ ചോദ്യം. ഫ്രം ദി ഫോളോയിങ് റൈറ്റ് ദി സിറ്റുവേഷൻസ് വേർ ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ്. അപ്പോൾ താഴെ കൊടുത്ത 3 സന്ദർഭത്തിൽ വെച്ചിട്ട് അതിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ നോക്കുകയാണെങ്കിൽ, ബ്രേക്സ് ആർ അപ്ലൈഡ് ഓൺ എ കാർ മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഈ 20 മീറ്റർ പെർ സെക്കൻഡ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രോബ്ലം ആണെന്നൊന്നും വിചാരിച്ച് വെച്ചേക്കല്ലേ. ഒരു കാറ് മൂവ് ചെയ്യുന്നുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡിൽ, 20 മീറ്റർ പെർ സെക്കൻഡിൽ കാറ് മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂവ് ചെയ്യുന്ന കാറ് ബ്രേക്ക് അപ്ലൈ ചെയ്തു. ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി സ്വാഭാവികമായിട്ടും കുറയും. ബ്രേക്കുള്ള വണ്ടിയാണെങ്കിൽ കുറയും.
അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കും. ബാലൻസ്ഡ് ഫോഴ്സിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി, എന്നാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. രണ്ടാമത്തെ നോക്ക്, എ ബുക്ക് ഈസ് സപ്പോർട്ടഡ് ബൈ ദി ഹാൻഡ് എന്ന് വെച്ചാൽ കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ട്, കൈ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ബുക്ക് വെച്ചാൽ അതിന് വേറെ അവിടെ കാര്യമായിട്ടൊന്നും സംഭവിക്കാനില്ല, കയ്യിൽ അതിങ്ങനെ താങ്ങി നിൽക്കാം എന്നുള്ളതാണ്. അപ്പോൾ താഴോട്ട് നമ്മുടെ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരാളൊക്കെ ഉണ്ട്, അതിന് ഓപ്പോസിറ്റായിട്ട് മേലോട്ടൊരു ഫോഴ്സൊക്കെ കൊടുക്കുന്നതാണ് ഇവിടെ സത്യം പറഞ്ഞാലുള്ളത്. പക്ഷേ അത് അടുത്ത പാഠം പറഞ്ഞാലേ ഈ സംഗതി കുറച്ചും കൂടെ ക്ലിയർ ആവും. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകണ്ട. എ ബുക്ക് ഈസ് സപ്പോർട്ടഡ് ബൈ ഹാൻഡ്. അപ്പോൾ കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് കയ്യിൽ ബുക്ക് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് അവിടെ കിടക്കും അല്ലേ, ചുമ്മാ അവിടെ കിടക്കും എന്ന് വെച്ചാൽ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബാലൻസ്ഡ് ഫോഴ്സാണ്. നമ്മളോട് ചോദിച്ച അൺബാലൻസ്ഡ് ഫോഴ്സ് കിട്ടുന്ന സന്ദർഭം ഏതൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നിടത്ത് അൺബാലൻസ്ഡ് അല്ല, ബാലൻസ്ഡ് ആണ്. ശരി, അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിലോ, അടുത്ത ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ആൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ട്രാവൽ വിത്ത് യൂണിഫോം സ്പീഡ്. ആൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ട്രാവൽ വിത്ത് യൂണിഫോം സ്പീഡ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഭൂമിയാണെങ്കിൽ ഇത് ഭൂമിയാണെന്ന് വെച്ചോ, ഭൂമിനെ കറങ്ങിക്കൊണ്ട് കുറേ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഇങ്ങനെ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നു, കുറേ. അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി യൂണിഫോം സ്പീഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓർത്ത് വെച്ചേക്കാം, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ഫോഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എയും അതുപോലെ ഓപ്ഷൻ സിയുമാണ് ആൻസറായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, അതാ പിടിച്ചോ. എ ഫോഴ്സ് ഓഫ് 200 Newton ഈസ് അപ്ലൈഡ് ഓൺ എ ബോഡി in one direction and another force of 250 Newton in opposite direction. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം, എന്തോ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിലേക്ക് 200 ന്യൂട്ടനും 250 ന്യൂട്ടനും അപ്ലൈ ചെയ്യുന്നുണ്ട്. 200 ന്യൂട്ടൺ ഫോഴ്സും 250 ന്യൂട്ടൺ ഫോഴ്സും അപ്ലൈ ചെയ്യുന്നുണ്ട്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, കണ്ടോ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അതാണ് ഓർത്ത് വെക്കേണ്ട മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. തൽക്കാലം നമ്മൾ ഈ 250 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങോട്ടാണ് അല്ലെങ്കിൽ വലത്തോട്ടാണ് എന്ന് വിചാരിക്കും. ചുമ്മാ 250 വലത്തോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും 200 വരേണ്ടത് ഇടത്തോട്ടായിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ശരി, ഇനി കാൽക്കുലേറ്റ് ദി റിസൾട്ടൻ്റ് ഫോഴ്സ്. കാൽക്കുലേറ്റ് ദി റിസൾട്ടൻ്റ് ഫോഴ്സ്, അല്ലെങ്കിൽ വേണമെങ്കിൽ തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ഓർഡർ വന്നപ്പോൾ ആദ്യം 200 വന്നതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ എടുക്കാവോ എന്നൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. എന്തായാലും പറഞ്ഞ് കൊളാക്കണ്ട. ഇതാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് നോക്കുക. ഒബ്ജക്റ്റ്, ഒരു ബോഡി, ഒരു വസ്തു, ഒരു സാധനം, എന്തോ ഒരു സാധനം. ഇതിൻ്റെ മേലേക്ക് ഇങ്ങോട്ട് 200 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 250 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. നിങ്ങളോട് ചോദിച്ചത് കാൽക്കുലേറ്റ് ദി റിസൾട്ടൻ്റ് ഫോഴ്സ്. റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫോഴ്സും കൂടെ കൂട്ടാം. അപ്പോൾ ഇവിടുത്തെ എഫ്, റിസൾട്ടൻ്റ് ഫോഴ്സ് എഫ് ഈക്വൽ ടു F1 പ്ലസ് F2 എന്ന് പറയാം. F1 പ്ലസ് F2. ഇവിടുത്തെ F1 എന്ന് പറയുന്നത് നോക്കുക, അത് 200 ന്യൂട്ടനാണ്. അപ്പോൾ 200 പ്ലസ് 250 പക്ഷേ ഒരു പ്രശ്നം, 200ൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി അതിനൊരു മൈനസ് വേണം. അപ്പോൾ 200 പ്ലസ് മൈനസ് 250 ഈക്വൽ ടു 200 മൈനസ് 250. 200 250 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് -50 ആയിരിക്കും, -50 ന്യൂട്ടൺ. അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരിക -50 ന്യൂട്ടൺ. ഫോഴ്സിൻ്റെ എമൗണ്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ 50 ന്യൂട്ടനാണ്. ആ മൈനസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനാണ് എന്നുള്ളതാണ്. ഇനി തീർന്നിട്ടില്ല, ഒരു ബി ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഇറ്റ് മൂവ്സ് വാട്ട് വിൽ ബി ദി ഡയറക്ഷൻ ഓഫ് മോഷൻ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് -50 എന്നല്ലേ, -50 എന്നാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ ഏത് ഭാഗത്താണോ 50 അധികം വന്നിട്ടുള്ളത് ആ ഭാഗത്തേക്കായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. ഒന്നുമില്ല, സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. 200 ബലം വെച്ച് അങ്ങോട്ട് വലിച്ച്, വലത്തോട്ട് വലിച്ച്, 250 ബലം വെച്ച് ഇടത്തോട്ട് വലിച്ച്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഒരു കമ്പ് വലിയൊക്കെ ആണെന്ന് ഇമാജിൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ സാധനം മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ 250 വെച്ച് വലിച്ച ആളെടുത്തായിരിക്കില്ലേ. എന്നുവെച്ചാൽ അവിടെയാണ് കൂടുതൽ ബലമുള്ളത്, അവിടെയാണ് കൂടുതൽ ഫോഴ്സ് ഉള്ളത്. എത്ര ഫോഴ്സാണ് അധികം ഉള്ളത്? 50 ഫോഴ്സാണ് അധികം ഉള്ളത്.
ഈ മൈനസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഇടത്തോട്ടാണ് പടിഞ്ഞാറോട്ടാണ് എന്നുള്ളതാണെന്ന് കൂടി ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എങ്ങോട്ടാണ് ഇത് മൂവ് ചെയ്യാന്ന് ചോദിച്ചാൽ 250 ന്യൂട്ടൺ 250 ന്യൂട്ടൺ എങ്ങോട്ടാണോ അപ്ലൈ ചെയ്തത് അങ്ങോട്ട്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇറ്റ് മൂവ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് 250 ന്യൂട്ടൺ ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഇറ്റ് മൂവ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് 250 ന്യൂട്ടൺ. ശരി, അത് അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദി മൊമെൻറ്റം ഓഫ് എ ബോഡി. കാൽക്കുലേറ്റ് ദി momentum of a body of mass 200 kilogram is moving with velocity of 60 meter per second. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ക്വസ്റ്റ്യൻ മൊമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. കാൽക്കുലേറ്റ് ദി മൊമെൻറ്റം ഓഫ് എ ബോഡി. അപ്പോൾ മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓഫ് എ ബോഡി ഓഫ് മാസ് 200 കിലോഗ്രാം. 200 കിലോഗ്രാം ആണ് മാസ് എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്നു മാസ് ഈക്വൽ ടു 200 കിലോഗ്രാം. യൂണിറ്റ് ശ്രദ്ധിക്കണം, കിലോഗ്രാം. പിന്നെ ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി ഓഫ് 16 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് 16 മീറ്റർ പെർ സെക്കൻഡ്. നമ്മളോട് ചോദിച്ചത് മൊമെൻ്റ് ആണ്. മൊമെൻറ്റം എത്ര? മൊമെൻറ്റം എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം പി ഈക്വൽ ടു ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചു വെച്ചാൽ മതി. പി ഈക്വൽ ടു എം വി. അപ്പോൾ ചോദിക്കണം ആരാണ് പി? പി ആണ് മൊമെൻറ്റം. മൊമെൻറ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് പി. അപ്പോൾ പി ഈക്വൽ ടു എം വി എന്ന് പറയുന്ന ഈക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. നോക്കി വെച്ചേക്കണം, പഠിച്ചു വെച്ചേക്കണം. ഇതങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. മാസ് തന്നിട്ടുണ്ട് 200 ഇൻറ്റു വെലോസിറ്റി തന്നിട്ടുണ്ട് 16. 200 ഇൻറ്റു 16 ചെയ്യുമ്പോൾ ഇവിടുന്ന് എളുപ്പത്തിൽ വേണമെങ്കിൽ ഇവിടുന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് 200 ഇൻറ്റു 16 എന്ന് വെച്ച് സാധാരണ ചെയ്ത പോലെ ചെയ്യാം. അല്ലെങ്കിൽ 200നെ 16 കൊണ്ടല്ലേ ഗുണിക്കണ്ടേ? 16നെ 16നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് വെച്ചാൽ 16ൻ്റെ ഇരട്ടി കാണാം. 16ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 32. പിന്നെ ഈ 2 പൂജ്യം കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചാൽ മതി. 3200 എന്ന് കിട്ടും. 3200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും നമ്മുടെ മൊമെൻറ്റം. മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റാണ് SI യൂണിറ്റാണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അതവിടെയായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത ക്വസ്റ്റ്യൻ. ദി മൊമെൻറ്റം ഓഫ് എ ബോഡി മൂവിങ് വിത്ത് വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ഈസ് 200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ഇറ്റ്സ് മാസ്? മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതുക, അപ്പോൾ ഒരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് തന്നത് എടുത്തെഴുതാൻ വേണ്ടി പറയുന്നത്. ശരി, നോക്കാം. ദി മൊമെൻറ്റം ഓഫ് എ ബോഡി മൂവിങ് വിത്ത് വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റിയാണ് ആദ്യം അവർ പറയുന്നത്. വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു നോക്ക് 20 മീറ്റർ പെർ സെക്കൻഡ്. 20 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ ഈ 20 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഈ ഒബ്ജക്റ്റിൻ്റെ ഈ ബോഡീൻ്റെ മാസ് പറയുന്നത്, മൊമെൻറ്റം പറയുന്നത്, മാസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. മൊമെൻറ്റം അവർ പറയുന്നുണ്ട് 200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മൊമെൻറ്റം അതായത് പി ഈക്വൽ ടു 200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി ചോദിച്ചത് മാസ് കണ്ടുപിടിക്കാനാണ്. മാസ് എങ്ങനെ കണ്ടുപിടിക്കും? മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മുടെ ഇക്വേഷൻ എടുക്കേണ്ടത്. നോക്ക്, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞില്ലേ? പി ഈക്വൽ ടു എം വി. ഈ ഇക്വേഷനിൽ നോക്കുകയാണെങ്കിൽ പി നമ്മുടെ കയ്യിലുണ്ട്, വിയും നമ്മുടെ കയ്യിലുണ്ട്. എം ആ കണ്ടുപിടിക്കണ്ടേ? നമ്മൾ ആ ഇക്വേഷനെ ഇവിടെ ഒന്ന് എടുത്ത് എഴുതുന്നു, ചുമ്മാ ഒന്ന് എഴുതുന്നു. പി ഈക്വൽ ടു എം വി. ഈ സാധനം മൊത്തം വായിച്ചാൽ നമുക്ക് എം ആണ് കണ്ടുപിടിക്കേണ്ടത്, മാസാണ് കണ്ടുപിടിക്കേണ്ടത്, ശരിയാ. പക്ഷെ നമ്മൾ ഇവിടെ പി ഈക്വൽ ടു എം വി എന്ന് ചുമ്മാ എഴുതി വെക്കുന്നത്. പീൻ്റെ വില നമുക്കറിയാം 200. പി ഈക്വൽ ടു 200 അല്ലേ? അപ്പോൾ പി എഴുതിയ സ്ഥാനത്ത് 200 കൊടുക്കുക. എം എഴുതിയ സ്ഥാനത്ത് ഒന്നും കൊടുക്കാനില്ല, എം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു വി പറയുന്നുണ്ട് 20. അവർ പറയുന്നുണ്ട് 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, കണ്ടുപിടിക്കേണ്ടത് എം അല്ലേ? എമ്മിനെ അനക്കാണ്ട് അവിടെ തന്നെ വെച്ചേക്ക്, അവിടെ തന്നെ നിൽക്കട്ടെ. ഈ ഈക്വൽ ടു സൈനിൻ്റെ ഇടത് സൈഡിൽ നിലവിൽ ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 200 അവിടെ കിടക്കുന്നുണ്ട്. ഇനി ഈ ഇൻറ്റു 200നെ ഗുണിക്കണം 20നെ, 200 ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഹരിക്കണം 20 ഡിവൈഡഡ് ബൈ 20 എന്നാവുമെന്ന് അറിയാലോ. ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും 20 വെച്ച് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിപാടി. തൽക്കാലം നമ്മളിങ്ങനെ പഠിച്ചു വെക്കാം. 20നെ ഇടത്തേപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഡിവൈഡഡ് ബൈ 20 എന്നാവും. ഡിവൈഡഡ് ബൈ 200 ഡിവൈഡഡ് ബൈ 20 ഈക്വൽ ടു എം എന്ന് കിടക്കും, എം എന്നുണ്ടാവും. ഇനി ചുമ്മാ ഒരു സ്റ്റൈലിന് വേണ്ടി ഒന്ന് തിരിച്ചെഴുതുന്നു. എം ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 20. ഇത് ചെയ്യണം. ഇതങ്ങനെ ചെയ്യാം, സിമ്പിളാണ്. 20യിലും
200-ലുള്ള ഓരോ 0 വെച്ച് കട്ട് ചെയ്യുക. ബാക്കി 20/2 എന്നുണ്ടാവും. 20/2 എന്ന് പറഞ്ഞാൽ 20ൻ്റെ പകുതി എത്ര എന്നുള്ളതാണ്. 20ൻ്റെ പകുതി എടാ അത് 10 ആണ്. 10 കിലോഗ്രാം. മാസല്ലേ കണ്ടുപിടിച്ചത്. അപ്പോൾ മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം. 10 കിലോഗ്രാം ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അതൊരു ചെറിയ കണക്കായിരിക്കുന്നു. ഇനി അടുത്തതിലേക്ക് പോവാം. അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞു, 2 കഴിഞ്ഞു. മൂന്നാമത്തത്, കാൽക്കുലേറ്റ് ദി മൊമെൻറ്റം ഓഫ് എ ബുള്ളറ്റ് ഓഫ് മാസ് 60 gram മൂവിങ് വിത്ത് വെലോസിറ്റി 200 meter per second. വാട്ട് ഈസ് ഇറ്റ്സ് മൊമെൻറ്റം വെൻ ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ കാൽക്കുലേറ്റ് ദി മൊമെൻറ്റം ആണ് കണ്ടുപിടിക്കേണ്ടത്. മൊമെൻറ്റം എത്ര എന്നുള്ളത് കണ്ടുപിടിക്കണം. P ആണ് കണ്ടുപിടിക്കേണ്ടത്. ബുള്ളറ്റിൻ്റെ ആണ് കേട്ടോ. നേരത്തെ നമ്മൾ ചുമ്മാ ബോഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. എന്തോ ഒരു സാധനം എന്ന് പറഞ്ഞു. ഇവിടെ സ്പെസിഫിക് ആയിട്ടൊരു സാധനത്തിൻ്റെ പേര് പറയുന്നുണ്ട്. ബുള്ളറ്റ് ഒരു വെടിയുണ്ടയൊക്കെയാണ്, നിൽക്കട്ടെ. അപ്പോൾ ഈ വെടിയുണ്ടേൻ്റെ മാസ് പറയുന്നത്, വെടിയുണ്ടയുടെ മാസ് അവർ പറയുന്നു മാസ് M = 60 gram. ഇത് ഇവിടെ വെച്ച് തന്നെ കൺവേർട്ട് ചെയ്തേക്കണം. മാസ് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഗ്രാമിൽ വെച്ച് ചെയ്യാറില്ല. നേരെ അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം. അതായത് 60 gram എന്ന് പറയുന്നത് 60/60/1000 കിലോഗ്രാമാണ്. ഇത് ചെയ്യാം. നോക്കുക, മേലെയും താഴെയും ഓരോ 0 ഉണ്ട്, കട്ട് ചെയ്യാം. പിന്നെ 6/100 എന്നില്ലേ, 6/100 മേലെയും താഴെയും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കുക, കട്ട് ചെയ്യാം. മേലെയും താഴെയും കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ 2 പെട്ടെന്ന് 2 ഉണ്ട്. 100-ൽ എത്ര 2 ഉണ്ടെന്ന് ചോദിച്ചാൽ 50 2 ഉണ്ട്. 6-ൽ എത്ര 2 ഉണ്ടെന്ന് ചോദിച്ചാൽ 3 2 ഉണ്ട്. അപ്പോൾ 3/50 എന്ന് വരും. 3/50 കിലോഗ്രാം. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ ഈ സാധനം വായിച്ചേക്കാം. താഴെ എന്തെഴുതാം? M = 3/50 കിലോഗ്രാം എന്നെഴുതാം. അല്ലെങ്കിൽ ഇതിങ്ങനെ ഒന്നും ചെയ്യണ്ട, ഈ രീതിയിൽ തന്നെ നിന്നോട്ടെ, ഒന്നും മാറ്റണ്ട. 6/1000 കിലോഗ്രാം എന്ന് തന്നെ നിൽക്കട്ടെ. അങ്ങനെയും ചെയ്യാം, മറ്റേ രീതിയിലും ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. ഇനി ഈ കാര്യം തന്നിട്ടുണ്ട്. അതല്ലാണ്ട് ഇവിടെ വെലോസിറ്റി തന്നിട്ടുണ്ട്. 200 m/s ആണ് വെലോസിറ്റി. 200 m/s ആണ് വെലോസിറ്റി. V = 200 m/s. നമ്മളോട് ചോദിച്ച P കണ്ടുപിടിക്കണം. P മൊമെൻറ്റം കണ്ടുപിടിക്കണം. P = mv. ഇനിയോ M ഇവിടെ ഉണ്ട്. ഇനി 60 എടുക്കരുത്, 60 ആണ്, 60 എടുക്കരുത്. 60/1000 കിലോഗ്രാമാണ് നമ്മുടെ മാസ്. 60/1000 കിലോഗ്രാം ഇൻറ്റു 60/1000 ഇൻറ്റു വെലോസിറ്റി വരുന്നത് 200. ഇനി ഇവിടെ നിന്ന് ചെയ്യാം നോക്കാം. താഴെ ഒരു 0, മേലെ ഒരു 0 കട്ട് ചെയ്യാം. താഴെ ഒരു 0, ഇവിടെ ഒരു 0 കട്ട് ചെയ്യാം. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 കട്ട് ചെയ്യാം. അപ്പോൾ ഇനി ബാക്കിയുള്ളത് എന്താ? ഇനി ബാക്കിയുള്ളത് നോക്കിക്കോ, ഈ സാധനം ഒരു തെളിവ് വെക്കട്ടെ. ഇനി ബാക്കിയുള്ളത് P = 6 × 2/1 എഴുതിയില്ലേ, കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് /1 എഴുതുന്നില്ല, 6 × 2. അപ്പോൾ P = 6 × 2, ദാറ്റ് ഈസ് 12 kg/s എന്നായിരിക്കും നമ്മുടെ ആൻസർ വരിക. 12 kg/s ആയിരിക്കും ഇവിടുത്തെ 12 kg/s ആണ് ഇവിടുത്തെ മൊമെൻറ്റം. സിമ്പിളല്ലേ? തീർന്നിട്ടില്ല. അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, സിമ്പിൾ ക്വസ്റ്റ്യൻ. അത് വാട്ട് ഈസ് ദി മൊമെൻറ്റം വെൻ ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റിലാവുമ്പോൾ അതിൻ്റെ മൊമെൻറ്റം എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വാല്യൂസൊക്കെ ഇവിടെ കിടക്കുന്നതുകൊണ്ട് റെസ്റ്റിലുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങ് പോവൊന്നും വേണ്ട. നമുക്കറിയുന്നൊരു കാര്യമുണ്ട്, P = mv ആണ് അല്ലേ. ഇനി M എത്രയായാലും അത് ഇൻറ്റു വെലോസിറ്റി ചെയ്യുമ്പോൾ നോക്ക്, ഇവിടുത്തെ കാര്യം പറയുമ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് റെസ്റ്റിലുള്ള കണ്ടീഷനാണ്. റെസ്റ്റിലുണ്ടാവുക എന്ന് പറയുമ്പോൾ വെലോസിറ്റി 0 ആയിരിക്കും. V = 0 ആയിരിക്കും റെസ്റ്റിലുണ്ടാവുമ്പോൾ. അപ്പോൾ M × 0 എന്ന് വരും. ഏത് നമ്പറിന് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 വരാൻ പോകുന്നുള്ളൂ. എന്ന് വെച്ചാൽ റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ, ഈ പോയിൻ്റ് അവിടെ പഠിച്ചു വെച്ചോ, റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം 0 ആയിരിക്കും. റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം 0 ആയിരിക്കും. അത് ഓർത്ത് വെച്ചാൽ വളരെ നന്നായിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി 1 വേർഡൊക്കെ ചോദിക്കും, 1 മാർക്കിൻ്റെ ചോദ്യമൊക്കെ ചോദിക്കും. ഇപ്പോൾ പുതിയ പാറ്റേൺ ഇല്ലേ, ABCD എന്നെല്ലാം കൊടുത്ത് ഇങ്ങനെ 1 2 3 എന്നൊക്കെ കൊടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് ചോദിക്കുന്നില്ലേ, അവിടെ കൊടുക്കാൻ പറ്റിയ പോയിൻ്റാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്ക്. റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിന് ഒരിക്കലും മൊമെൻറ്റം ഉണ്ടാവില്ല. മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് മാത്രമേ മൊമെൻറ്റം ഉണ്ടാവുള്ളൂ.
മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് മാത്രമേ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണെന്ന് അറിയാം? 0 ആണ്. 0 ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് മൊമെൻറ്റം വെൻ ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്? ഏത് ഒബ്ജക്റ്റ് ആയാലും റെസ്റ്റിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ മൊമെൻറ്റം 0 ആയിരിക്കും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. A body of mass 100 kg starts from rest and acquires a velocity of 30 meter per second in 4th second. If so, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. വാട്ട് ഈസ് ഇറ്റ്സ് ഇനീഷ്യൽ മൊമെൻറ്റം? വാട്ട് ഈസ് ഇറ്റ്സ് ഫൈനൽ മൊമെൻറ്റം? വാട്ട് ഈസ് ദി ചേഞ്ച് ഇൻ മൊമെൻറ്റം? വാട്ട് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം? ഇത്രയും ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. നോക്കിക്കോ. എ ബോഡി ഓഫ് മാസ് 100 കിലോഗ്രാം, 100 കിലോ. ആ കാര്യം ആദ്യം അവിടെ അങ്ങ് എഴുതി വെക്കാമല്ലോ. ഒരു ബോഡി ഉണ്ട്. ബോഡിക്ക് വരുന്ന മാസ് എന്ന് പറയുന്നത് മാസ് M = 100 കിലോഗ്രാം. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിട്ട് എടുക്കാമല്ലോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് ഒരു വെലോസിറ്റി കിട്ടി. അത് വരുന്നത്, അതായത് ഫൈനൽ വെലോസിറ്റി വരുന്നത് 30 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ U ആണെങ്കിൽ 0 മീറ്റർ പെർ സെക്കൻഡ്. ഇത്രയും കാര്യം തന്നെ. പിന്നെ 4th സെക്കൻഡ് എന്ന് പറയുന്നില്ലേ, 4th സെക്കൻഡ്. അപ്പോൾ നമുക്കവിടെ ടൈം T = 4 എന്നും എടുക്കാം. തൽക്കാലം ഇവിടെ ABCD എന്ന് പറഞ്ഞിട്ട് കുറേ കഷ്ണാക്കിയിട്ടല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചേ. തൽക്കാലം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഈ ഒരു സംഗതി മാത്രമേ ആവശ്യമുള്ളൂ. ഒബ്ജക്റ്റ് നിലവിൽ റെസ്റ്റിലുള്ള, റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് വന്ന ബോഡിയാണ്. ആ ബോഡീൻ്റെ, ആ ഒബ്ജക്റ്റിൻ്റെ മാസ് വരുന്നത് 100 കിലോഗ്രാമാണ്. നമ്മളോട് ചോദിച്ചത് ഇനീഷ്യൽ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ, ആദ്യത്തെ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ തന്നെ മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. മാസ് ഇൻറ്റു വെലോസിറ്റി. ഇവിടെ ചോദിച്ചത് ഇനീഷ്യൽ മൊമെൻ്റ് അല്ലേ. അപ്പോൾ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി വേണം ചെയ്യാൻ. മൊമെൻ്റ് അല്ലേ കണ്ടുപിടിക്കണ്ടേ, ഇനീഷ്യൽ മൊമെൻ്റ് അല്ലേ കണ്ടുപിടിക്കണ്ടേ. P ആണ് മൊമെൻറ്റം. ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ താഴെ ഒരു I കൊടുക്കുന്നത്. P = mv. mv ആണ് സാധാരണ വരണ്ടേ. പക്ഷേ ഇവിടെ ഇനീഷ്യൽ മൊമെൻ്റ് ആണ് ചോദിച്ചത് എന്നുള്ളതുകൊണ്ട് mu. ഇനീഷ്യൽ വെലോസിറ്റി, മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ചെയ്താൽ മതി. മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി, അതായത് മാസ് ഇവിടെ പറയുന്നത് 100 ഇൻറ്റു വെലോസിറ്റി, ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0. അപ്പോൾ PI എന്ന് എഴുതണം എന്നൊരു നിർബന്ധമില്ല, മൊമെൻ്റ് എന്ന് എഴുതിയാൽ മതി. PI = 100 × 0 എന്ന് വരും. 100നെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 വരിക. നമ്മുടെ ഈ ആൻസർ 0 കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കളി കളിച്ചല്ലേ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, 0 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഇവിടുത്തെ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും അയച്ചിട്ട് നമുക്കിപ്പോൾ കിട്ടിയ ഇനീഷ്യൽ മൊമെൻറ്റം മാത്രം ഒന്ന് എടുത്ത് എഴുതി വെക്കാം. കാരണം അത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പുറത്ത് എഴുതാം അല്ലേ. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം PI = 0. ശരി. വാട്ട് ഈസ് ഇറ്റ്സ് ഫൈനൽ മൊമെൻറ്റം എന്ന് ചോദിക്കുന്നത്. ഫൈനൽ മൊമെൻറ്റം കണ്ടുപിടിക്കണം. ഫൈനൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ, ഫൈനൽ മൊമെൻറ്റം എവിടെ, പിന്നെ ഫൈനൽ മൊമെൻറ്റം PF എന്ന് വിളിക്കട്ടെ, ചുമ്മാ PF, ഫൈനൽ മൊമെൻറ്റം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് PF = മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റിയാണ് V. ശരി, mv എന്ന് വരും. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200. പെന്നിനെന്തോ പറ്റി, എഴുത്ത് വരുന്നില്ല, ഒരു സെക്കൻഡ്. മാസ് 200 ആണ്. ഫൈനൽ വെലോസിറ്റി വരുന്നത് 30 ആണ്. അപ്പോൾ 200 × 30 എന്ന് വരും. 200 × 30. 200നെ 30 കൊണ്ട് സാധാരണ ഗുണിക്കുന്ന പോലെ ഗുണിക്കുക, അല്ലെ ഇവിടെ നിന്ന് തന്നെ ഗുണിക്കാം. 3നെ 2 കൊണ്ട് ഗുണിക്കുക. 3 2 6 അല്ലേ. 6ഉം 200ൻ്റെ കൂടെയുള്ള 2 പൂജ്യവും 30ൻ്റെ കൂടെയുള്ള ഒരു പൂജ്യവും. അപ്പോൾ 6000 എന്ന് വരും നമ്മുടെ ആൻസർ. 6000 മീറ്റർ പെർ സെക്കൻഡ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഫൈനൽ മൊമെൻറ്റം. ആ സാധനം ഞാൻ ചുമ്മാ ഒന്ന് ഇവിടെ എഴുതി വെക്കുന്നത്. PF = 6000. പൂജ്യം ഇടുമ്പോൾ ശ്രദ്ധിക്കുക, എണ്ണം മാറിപ്പോരുത്. 6000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ശരി, ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ചോദിക്കണം. ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലിപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റും ഉണ്ട്, ഫൈനൽ മൊമെൻറ്റും ഉണ്ട്. ഇനീഷ്യൽ മൊമെൻറ്റും ഉണ്ട്, ഫൈനൽ മൊമെൻറ്റും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടുപിടിക്കാം. അതായത് നീട്ടി എഴുതണം.
ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് വായിക്കണേ. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ മൊമെൻറ്റം ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ആദ്യമുള്ള മൊമെൻറ്റത്തിൽ നിന്ന് ഇപ്പോഴുള്ള മൊമെൻറ്റം കുറച്ചാൽ മതി. അതായത് തിരിച്ചായിപ്പോൾ അല്ലേ. ഫൈനലി ഉള്ളതിൽ നിന്ന് ആദ്യമുള്ളത് കുറച്ചാൽ മതി. ഫൈനലി ഉള്ള മൊമെൻറ്റത്തിന് നമ്മൾ പി എഫ് എന്നും ആദ്യമുള്ള മൊമെൻറ്റത്തിന് പി ഐ എന്നും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇതിൻ്റെ ആവശ്യം ഇല്ല. ശരി, എന്തായാലും ഫൈനൽ മൊമെൻറ്റം വരുന്നത് 6000 മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം വരുന്നത് 0 അപ്പോൾ 6000 മൈനസ് 0 എന്ന് വരും. 6000 0 മൈനസ് ചെയ്താൽ 6000 എന്ന് തന്നെയാണ് ആൻസർ വരിക. അതായത് 6000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. ഇനി അടുത്ത ചോദ്യം നോക്ക്. വാട്ട് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം? ചേഞ്ച് ഇൻ മൊമെൻറ്റം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് മൊമെൻറ്റം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചേഞ്ച് ഇൻ മൊമെൻറ്റം വരുന്നത് 6000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ്. 6000 ആണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഈ മൊത്തം സാധനമില്ലേ, ഇതിനെ ടൈം വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. റേറ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ആ സംഗതി അവിടെ മനസ്സിലേക്ക് ഡിവൈഡഡ് ബൈ ടൈമാണ്. നമ്മൾ മുന്നേയും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ ടൈമാണ്. ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടുത്തെ ടൈം 4th സെക്കൻഡ് എന്നുള്ള ക്ലൂ ആണ് അവർ തന്നിട്ടുള്ളത്. അതായത് ടൈം ടി ഇസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ നമ്മൾ എഴുതുകയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈക്വൽ ടു 6000 ഡിവൈഡഡ് ബൈ 4. 6000 ഡിവൈഡഡ് ബൈ 4 എന്ന് വെച്ചാൽ 6000ൻ്റെ പകുതി എത്രയാണ് എന്നുള്ളത് ആ ലോജിക്കിൽ വേണമെങ്കിൽ ആലോചിക്കാം. 6000 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1500 എന്നാണ് ആൻസർ കിട്ടുക. 1500. ഇതിൻ്റെ ഒരു യൂണിറ്റ് വേണം. യൂണിറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഇനി ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ ടൂൾ ബോക്സിലടാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ മാസ് 100 കിലോഗ്രാം എന്നുള്ള സാധനം ഇവിടെ അങ്ങ് മറന്നുപോയി. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്തു വന്ന പ്രോബ്ലത്തിലൊക്കെ മാസ് M ഈക്വൽ ടു 200 എന്നും വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ ഇവിടെ തന്നത് മാസ് 100 കിലോഗ്രാമാണ്. അപ്പോൾ ഒന്നുമില്ല, ആൻസറിൽ എന്ത് മാറ്റാ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ 6000 മാറിയിട്ട് അവിടെ 3000 എന്ന് വരും. നേരത്തെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള നമ്പറിൽ ചെറിയ വ്യത്യാസം, ഡബിൾ ഇപ്പോൾ 3000 ഡബിൾ അല്ലേ 6000, ആ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ വരുള്ളൂ. എവിടെയൊക്കെ 6000 വരുന്നുണ്ടോ അവിടെയൊക്കെ 3000 വരുന്നുണ്ടാവും. ഇവിടെ 3000, ഇവിടെ 3000, പിന്നെ ഇവിടെ 3000. അപ്പോൾ 3000നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 750 എന്നാണ് വരിക. 1500 അല്ല, 750 ആയിരിക്കും. നമ്മൾ ചെയ്ത സംഗതിയൊക്കെ ശരി തന്നെയാണ്, ചെയ്ത പ്രൊസീജിയറൊക്കെ കറക്റ്റാണ്. പക്ഷേ നമ്പർ ഒന്ന് മാറിപ്പോയി. 100 വരേണ്ട സ്ഥലത്ത് നമ്മളോട് 200 വെച്ചങ്ങ് ചെയ്തു പോയി. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ടെക്സ്റ്റിലുള്ള ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരിക 750 എന്നാണ്. ശരി, ഇനി എന്തായാലും അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ.